ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ മന്നയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ക്ലാസ് 10ൻ്റെ ഗ്രാമർ പോർഷൻ്റെ ടെൻസസിലേക്ക് പോവാണ്. അപ്പോൾ കുട്ടിക്കാലം മുതലേ നിങ്ങളത് പഠിച്ചു വരുവാണെങ്കിൽ ഓക്കെയാണ്. അതല്ല കണ്ടിന്യൂസ് സ്റ്റഡി ഇല്ലെങ്കിൽ ടെൻസസുകൾ ക്ലാസ് 10ൽ നല്ല നിങ്ങളെ ടഫാക്കും. അതുകൊണ്ട് ക്ലാസ് 10ൻ്റെ ടെൻസ് ബേസ് MCQ ബേസിലുള്ള ടെൻസിൻ്റെ ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മന്നയുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നിങ്ങൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ മറ്റൊരു ചാനലും കൂടെ ഉണ്ട്, മന്ന റസോയി എന്ന് പറഞ്ഞിട്ട് ഒരു ജേർണി കം കിച്ചൺ ചാനൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കണ്ടിട്ട് അതുകൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അപ്പം ആദ്യത്തെ പോർഷൻ എന്ന് പറയുന്നത് ചെയ്യാൻ പോകുന്നത് ടെൻസസ് ആണ്. അപ്പം ഓരോന്നും ഞാൻ പറഞ്ഞു തരാം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. നിങ്ങൾക്ക് 10ൽ ഡീറ്റെയിൽഡ് സ്റ്റഡി ആവശ്യമാണ്. കാരണം MCQവിനകത്ത് പ്രസൻറ്റും പാസ്റ്റും ഫ്യൂച്ചറും മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാ പോർഷനും നന്നായിട്ട് കവർ ചെയ്താലേ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് പറയാം എന്താണ് ടെൻസ്. ടെൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോം ഓഫ് വെർബ് ദാറ്റ് ഗീവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം ആൻഡ് ആക്ഷൻ. അപ്പം വെർബ് എന്ന് പറയുന്നത് വെർബിൻ്റെ എന്താണ്? വെർബ് എന്ന് പറയുന്നത് ടൈമിൻ്റെയും ആക്ഷൻ്റെയും റിലേഷനാണ്. ടൈമിൻ്റെയും ആക്ഷൻ്റെയും റിലേഷനെയാണ് വെർബ് എന്ന് പറയുന്നത്. ഏത് ടൈമിൽ ഏത് ആക്ഷൻ ചെയ്തു എന്നതാണ് വെർബ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താ റിലേഷൻ ബിറ്റ്വീൻ. വെർബ് എന്താണ് നമുക്ക് തരുന്നത്? വെർബ് ഗീവ്സ് ആസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടൈം ആൻഡ് ആക്ഷൻ. ഇതൊരു റിലേഷനാണ്. ടൈമിൻ്റെ ആക്ഷൻ്റെ ഒരു റിലേഷൻ പ്രോഗ്രസ് ആണ് നമുക്ക് വെർബ് എന്ന് വെച്ച് നമ്മൾ പറയുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി അറിയാം ടെൻസ് എത്ര ടൈപ്പ് ഉണ്ട്. ടെൻസ് 3 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? അത് എല്ലാ കുട്ടികൾക്കും അറിയാവുന്നതാണ്. പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. അപ്പം ഇനി മുതൽ 10ലൊക്കെ എത്തുമ്പം നമ്മളിതാ ഈ പ്രസൻറ്റ് ടെൻസിനെ ഇല്ലേ, ഈ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ എന്നുള്ള വാക്ക് ഇനി നമ്മൾ അത് പറയത്തില്ല. പകരം ഇൻഡെഫിനിറ്റ് എന്നുള്ള വാക്ക് നമ്മളിവിടെ യൂസ് ചെയ്യും. ഇവിടെ എന്താ യൂസ് ചെയ്യുന്നത്? ഇൻഡെഫിനിറ്റ്. പ്രസൻറ്റ് ടെൻസിൻ്റെ വേറൊരു പേരാണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ വേറൊരു പേരാണ് എന്ത്? പ്രസൻറ്റ് ഇൻഡെഫിനൈറ്റ് ടെൻസ് എന്ന് പറയും. മനസ്സിലായോ? ഇപ്പം ഇനി തൊട്ട് നമ്മളിനി പ്രസൻറ്റ് ടെൻസ് എന്ന് പറയത്തില്ല, ഇൻഡെഫിനൈറ്റ് ടെൻസ് എന്നേ പറയുള്ളൂ. അപ്പം ടെൻസിൻ്റെ 3 ഫോം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാം പ്രസൻറ്റ് ടെൻസിൻ്റെ പ്രസൻറ്റ് ടെൻസിന് 4 പാർട്ടുകളുണ്ട്. പ്രസൻറ്റ് ടെൻസിൻ്റെ 4 പാർട്ടുകൾ ഏതാ? അപ്പം ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് നമ്മളിനി പറയത്തില്ല. എന്ത് പറയും? പ്രസൻറ്റ് ഇൻഡെഫിനൈറ്റ് ടെൻസ് നമ്പർ 1. അപ്പോൾ ആദ്യത്തെ എന്താ? പ്രസൻറ്റ് ഇൻഡെഫിനൈറ്റ് ടെൻസ്. പിന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. പിന്നെന്താ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. 4മത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇതാണ് 2, 3 and 4. അപ്പോൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 3 പാർട്ടാണ്. പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അത് മനസ്സിലായല്ലോ? ഇനി നമുക്ക് പ്രസൻറ്റ് ടെൻസ് ഇതിലേക്ക് പോവാം. പ്രസൻറ്റ് ടെൻസിൻ്റെ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിലേക്ക് പോവാം. നമ്പർ 1ലേക്ക് നമ്മൾ പോവുകയാണ്. ഏതാ? പ്രസൻറ്റ് ഇൻഡെഫിനൈറ്റ്
ടെൻസ്. അപ്പോൾ നിങ്ങൾക്കിത് നല്ലതായിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് പ്രസൻറ്റ് ഇൻഡെഫിനൈറ്റ് ടെൻസിലേക്ക് പോകാം. നമ്പർ 1. അപ്പം ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഈ പ്രസൻറ്റ് ഇൻഡെഫിനൈറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റിനെ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദി സെൻറ്റൻസ് ഈസ് എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്? എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? അപ്പം നമുക്ക് 1-2 കാര്യങ്ങൾ ഞാനിവിടെ പറയാം. അപ്പം ഇത് പ്രസൻറ്റ് ടെൻസ് ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രസൻറ്റ് ടെൻസിനകത്ത് എന്താ? ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻ, ഹാബിറ്റ് ഓർ കസ്റ്റം. പ്രസൻറ്റ് ടെൻസിനകത്ത് ഒരു ഹാബിച്വൽ ആക്ഷനെ പറ്റി എന്തായിരിക്കും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് ഒന്നുകിൽ പറയുന്ന ഒരു ഹാബിറ്റ് ആക്ഷനെ പറ്റിയായിരിക്കും. മനസ്സിലായോ? ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അതാണ് ഹാബിച്വൽ. ഐ വാച്ച് ടെലിവിഷൻ ഓൺ സൺഡേ. ഇപ്പോൾ ഒന്നാമത്തെ എന്തുവാ? ഹാബിറ്റ് ആക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻ ആയിരിക്കും ഒന്നാമത്തെ. അപ്പോൾ ഇതിനകത്ത് എന്താ? ഐ വാച്ച് ടെലിവിഷൻ ഓൺ സൺഡേയ്സുകളിൽ ഞാൻ ടെലിവിഷൻ കാണും. ഷീ ഗെറ്റ്സ് അപ്പ് എവരി മോർണിംഗ് അറ്റ് 6 o'clock. അവൾ എന്ത് ചെയ്യും? അവൾ എല്ലാ ദിവസവും 6 o'clock എഴുന്നേക്കും. അപ്പം നമ്മളിവിടെ പറഞ്ഞതിനകത്തെല്ലാം എന്താണ്? ആദ്യത്തെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബുമാണ്. അതിൻ്റെ കൂടെ എന്ത് ചേർത്തിട്ടുണ്ട്? എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കും. എസ്ഒ ഇ എസ്ഒ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ റൂട്ട് ഫോം ഓഫ് ദ വെർബ് വരുവാണെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. 10th ക്ലാസ്സിലെ നിങ്ങളുടെ ഒരു ക്വസ്റ്റിനകത്തും ഈ സിമ്പിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല. ഇൻഡെഫിനിറ്റ് ടെൻസ് ആണോ, ഐഡൻറ്റിഫൈ ദിസ് ഈസ് ഇൻഡെഫിനിറ്റ് ടെൻസ് ഓർ നോട്ട്, അങ്ങനെ വരുള്ളൂ. വന്നാൽ ഈ വാക്കേ ഉപയോഗിക്കുള്ളൂ, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് എന്ന് വരത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഒരു ഹാബിച്വൽ ആക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത്തത് പറയാൻ പോവുകയാണെങ്കിൽ ടു ടോക്ക് അബൌട്ട് എ ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. ജനറൽ ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മൾ പറയുന്നത് എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയും. നമുക്ക് എക്സാമ്പിൾ പറയാം. ഒരു കോമൺ എക്സാമ്പിൾ, എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഞാൻ എന്താ പറഞ്ഞേ? എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അത് എന്താണ്? എപ്പോൾ ആയാലും എന്താണ്? ഇന്നും നാളെയും ഇനി ലോകമുള്ള കാലം മുഴുവൻ എന്താണ് ആ വാക്ക്? എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സണ്ണിനെ ചുറ്റുമെന്നാണ്. അപ്പം എന്താ അവിടെ ചേർത്തത്? റിവോൾവ്സ് എന്നാണ് ചേർത്തത്. എസ് ഇവിടെ വന്നുകൊണ്ട് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി? ഇത് ഇൻഡെഫിനിറ്റ് ടെൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. എസ്ഒ ഇ എസ്ഒ അവിടെ നമ്മൾ ഫൈൻഡ് ചെയ്തു. അല്ലെങ്കിൽ എന്താ? നമ്മുടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ആയിരിക്കും അവിടെ കിടക്കുന്നത്. ഇല്ലെന്താ? വേറൊരെണ്ണം പറയാം. 2 and 2 make 4. ഇതെന്താ? ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇത് യൂണിവേഴ്സൽ ട്രൂത്താണ്. എർത്ത് റിവോൾവ് അറൗണ്ട് ദ സൺ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ട്രൂത്താണ്. പിന്നെ 2 and 2 make 4. 2 and 2 makes MEKES മേക്സ് 4. എസ് എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് എസ്. ഇത് എന്താണ്? യൂണിവേഴ്സൽ ട്രൂത്ത് അല്ല. ഇതെന്താണ്? ഒരു ജനറൽ ടോക്കിംഗ് ആണ്. ഒരു 2 2 4 ആണെന്ന് ഒരു ജനറലായിട്ട് നമ്മൾ പറയുന്നത്. 2 2 4 അല്ലേ? അല്ലെങ്കിൽ എർത്ത് സൂര്യൻ എർത്തിനെ ചുറ്റിക്കൊണ്ട്, അത് യൂണിവേഴ്സൽ ട്രൂത്തുകൾ വേറെയുണ്ട്. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ദ സൺ സെറ്റ് ഇൻ ദ വെസ്റ്റ്, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി. അതൊരു ജനറൽ ട്രൂത്താണ്, ജനറൽ ആയിട്ടുള്ളൊരു ട്രൂത്താണ്. ഹോണസ്റ്റി ഒരു ബെസ്റ്റ് പോളിസിയാണ് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ടാമത്തെ മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ ഇനി മൂന്നാമത്തതിലേക്ക്, ഇത് പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസിൻ്റെ ഫോമുകളാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. ഇനി മൂന്നാമത്തത് പറയുകയാണെങ്കിൽ, മൂന്നാമത്തതിനകത്ത് എന്തുവാ? ടു ഇൻഡിക്കേറ്റ് എ ഫ്യൂച്ചർ ഇവൻറ്റ് വിച്ച് ഈസ് എ പാർട്ട് ഓഫ് എ പ്ലാൻ ഓർ അറേഞ്ച്മെൻറ്റ്. എന്താ? ഫ്യൂച്ചർ ഇവൻറ്റുകളെ പറ്റി നമ്മൾ ഫ്യൂച്ചർ ഇവൻറ്റുകളുടെ പാർട്ട് നമ്മൾ ഇപ്പം അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതും എന്തിൽ വരും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് വരും. എന്ന് ഞാൻ പറയാം ഫ്യൂച്ചർ ഇവൻറ്റ്സ് എന്ത് ചെയ്യുന്നത്? ഫ്യൂച്ചർ ഇവൻറ്റ്സുകൾ നമ്മൾ
പ്ലാൻ ചെയ്യുകയോ അറേഞ്ച് ചെയ്യുകയോ ചെയ്താൽ ഫ്യൂച്ചർ ഇവൻസുകൾ പ്ലാൻ ചെയ്യുകയോ അറേഞ്ച് ചെയ്യുകയോ ചെയ്താൽ അത് ഏതിനകത്ത് വരും? ഫ്യൂച്ചർ ടെൻസിലല്ല വരുന്നത്. അപ്പോൾ അത് നമുക്ക് സെൻറ്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഫ്യൂച്ചർ ഇവൻസുകൾ പറയുകയാണെങ്കിൽ ദ സ്കൂൾ റീഓപ്പൺസ് നെക്സ്റ്റ് വീക്ക്. ദ സ്കൂൾ റീഓപ്പൺസ് നെക്സ്റ്റ് വീക്ക്. അപ്പം ഈ നെക്സ്റ്റ് വീക്കിൻ്റെ ഈ പറഞ്ഞപ്പോൾ ദ സ്കൂൾ റീഓപ്പൺ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീക്കിൽ സ്കൂൾ തുറക്കും. ഫ്യൂച്ചർ ആണോ പറഞ്ഞതെന്ന് നമുക്ക് സംശയം വരത്തില്ലേ? സംശയിക്കേണ്ട. ഇവിടെ റീഓപ്പൺസ് ആണ്. ഫ്യൂച്ചർ പറയുകയാണെങ്കിൽ നമുക്ക് വില്ലോ ഷാളോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ദ സ്കൂൾ റീഓപ്പൺസ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച സ്കൂൾ റീഓപ്പൺ ചെയ്യും എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രസൻറ്റിൽ ഫ്യൂച്ചറിലെ കാര്യം പറയുകയാണ്. അപ്പോൾ അത് മനസ്സിലായോ? ഇല്ലെങ്കിൽ ദ എക്സാമിനേഷൻ കമൻസസ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം കമൻസസ് വരും. ദ എക്സാമിനേഷൻ കമൻസസ് നെക്സ്റ്റ് മന്ത് എന്ന് വേണമെങ്കിൽ എഴുതാം. പിന്നെ ഇനി നാലാമത്തത് പറയുകയാണെങ്കിൽ നാലാമത്തെ എങ്ങനെ ഒരു ഇൻഡെഫിനിറ്റ് ടെൻസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് നാലാമത്തെ റൂളിൽ നമുക്ക് പറയാം. ടു ഇൻട്രൊഡ്യൂസ് കോട്ട് വിത്ത് ദ വെർബ് സേസ്. അപ്പോൾ എന്ത് പറയും? സേസ്. ഇവിടെ സേസ് എന്ന വാക്ക് ഏതെങ്കിലും ടെൻസിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ എന്താണ് ഇത്? പ്രസൻറ്റ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് പറയും. സേസ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് പറഞ്ഞു? യെസ് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തു. അപ്പം നമുക്ക് അവിടെ മനസ്സിലാക്കാം എന്താണ് ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത്, അപ്പം നാലാമത്തെ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. സേസ് വെച്ച് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ സേസ് എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട് എല്ലാ ആക്ഷനും എന്തുണ്ട്? ഈക്വലും ഓപ്പോസിറ്റുമായ റിയാക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അത് മനസ്സിലായോ? നമ്മൾ എപ്പോഴോ പറഞ്ഞ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോഴും എന്ത് വരും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് അത് വരും. എങ്ങനെയാണ്? അപ്പോഴും നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സേസ് എന്ന വാക്കിനകത്ത് ഡിനോട്ട് ചെയ്തിട്ടായിരിക്കും ആ കോഡ്സുകൾ നമ്മൾ പറയുന്നത്. പിന്നെ ഒരു അഞ്ചാമത്തേത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്. വിവിഡ് നരേഷൻ. നരേഷൻ എന്ന് വെച്ചാൽ എന്താ? നന്നായിട്ട് ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ദ സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലോ, ഇത് ഞാൻ പറഞ്ഞത് ഫ്യൂച്ചർ ടെൻസിലുള്ള കാര്യമാണ്. പാസ്റ്റിലുള്ളൊരു കാര്യം നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അതെന്തിനകത്ത് വരും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് വരും. എങ്ങനെ? രാവണ ഫൈറ്റ്സ് ബ്രേവിലി. രാവണൻ എന്ത് ചെയ്ത്? എക്സാമ്പിൾ പറയാം. രാവണ ഫൈറ്റ്സ്, കാണുന്നുണ്ടോ? ബ്രേവിലി. രാവണ ഫൈറ്റ്സ് ബ്രേവിലി. നമ്മുടെ ഇവിടെ എന്ത് വന്നു? രാവണ ഫോർട്ട് ബ്രേവിലി എന്നല്ല പറഞ്ഞത്, രാവണ ഫൈറ്റ്സ് ബ്രേവിലി എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? രാവണ ഫൈറ്റ്സ് ബ്രേവിലി. ബട്ട് എന്ത് ചെയ്ത്? വാസു പറഞ്ഞില്ല. ബട്ട് ഹീ ഈസ് കിൽഡ് ഇൻ ദ എൻഡ്. ഹീ ഈസ് ഇൻ ദ എൻഡ്. അപ്പം ചിലർക്ക് ഈ കിൽഡ് എന്നുള്ളൊരു വാക്ക് കാണുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കും? ഇത് പാസ്റ്റ് ടെൻസ് ആണോ എന്ന് തെറ്റിദ്ധരിക്കും. പക്ഷേ ഇവിടെ നോക്കൂ, ഇവിടെ ഈസ് ഉണ്ട്, യെസ് ഉണ്ട്. നിങ്ങൾക്ക് എളുപ്പത്തിൽ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വാക്കാണ്. ഓൾറെഡി ഓൾമോസ്റ്റ് സ്റ്റുഡൻസും തെറ്റിക്ക് ചെയ്തു. രാവണ ഫൈറ്റ് ബ്രേവ്ലി ബട്ട് ഹീ ഈസ് കിൽഡ് ഇൻ ദ എൻഡ് എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലോ പെർഫെക്റ്റ് ടെൻസിലോ ഒക്കെ എഴുതി വെക്കുന്നവരുണ്ട്. ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. എന്ന് വെച്ചാൽ ഫൈറ്റ്സ് കിടപ്പുണ്ട്, ഈസ് കിടപ്പുണ്ട്, കിൽഡ് ഇവിടെ ഉണ്ട്. കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറയുകയാണ്. കഴിഞ്ഞ കാലത്തിൽ പോയി എന്ന് പറയുകയല്ല, നമ്മൾ പ്രസൻറ്റിൽ ഈ സെൻറ്റൻസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? പ്രസൻറ്റ് സിറ്റുവേഷനിൽ
സിമ്പിൾ പാസ്റ്റിൽ വിവിഡ് നരേഷൻ ചെയ്യുകയാണെങ്കിൽ, വലുതായിട്ട് ആ കാര്യത്തെ നറേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പം അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ വിവിഡ് നറേഷനാണ് കേട്ടോ. വിവിഡ് നറേഷൻ. പിന്നെ ഇനി ആറാമത്തത് എന്ന് പറഞ്ഞാൽ, ആറാമത്തെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനകത്ത് എന്ത് ഹിയർ ദയർ എന്നൊക്കെ വരുവാണെങ്കിൽ HERE സോറി പിന്നെ THERE ഹിയർ ദയർ എന്നൊക്കെ എങ്ങനെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനകത്ത് എക്സ്ക്ലമേഷൻ്റെ മാർക്കേ ഞാൻ ഇട്ടിട്ടുള്ളൂ, ചെയ്തിട്ടില്ല. അപ്പം ഹിയർ ദയർ എന്നുള്ള വാക്കുകളൊക്കെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിനകത്ത് വരുവാണെങ്കിൽ അതെന്താണ്? അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ എന്താ? ഹിയർ യു ഗോ, അല്ലെങ്കിൽ ദയർ ഹി ഗോസ്. ഹിയർ ഹി ഗോ ഇതൊരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അപ്പോൾ എന്ത് വന്നു? ഹിയർ എന്നുള്ള വാക്ക് ഇവിടെ വന്നു. ഹിയറും ദയറും ഒക്കെ എക്സ്ക്ലമേഷനിൽ വരികയാണെങ്കിൽ അത് എന്ത് സെൻറ്റൻസ് ആണ്? പ്രസൻറ്റ് ടെൻസ് അല്ലെങ്കിൽ പ്രസൻറ്റ് ഇൻഡെഫിനിറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇനി പറയാൻ പോകുന്നത് 7th റൂൾ പറയാൻ പോവുകയാണെങ്കിൽ ടൈം ക്ലോസസ് ആൻഡ് കണ്ടീഷണൽ ക്ലോസസ് പ്ലേസ് ഓഫ് എ സിമ്പിൾ ഫ്യൂച്ചർ. അപ്പം ടൈമിൻ്റെയും കണ്ടീഷണലിൻ്റെയും ക്ലോസസ് എവിടെ വരും? സിമ്പിൾ ഫ്യൂച്ചറിനകത്ത് വരും. നമ്മൾ വിചാരിക്കും സംടൈംസ് വി തിങ്ക് എന്ത് ചെയ്യും, ദിസ് ഈസ് എ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. പക്ഷേ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ല. ഞാനത് പറഞ്ഞു തരാം. ഇഫ് യു ഡു നോട്ട് ഏൺ മണി, നീ മണി ഏൺ ചെയ്തില്ലെങ്കിൽ യു വിൽ നോട്ട് പേ ദ ഹൗസ്. ഞാൻ പറയട്ടെ. ഇഫ് യു ഡു നോട്ട് ഏൺ മണി, യു വിൽ sorry you will not pay the house. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഉറപ്പായിട്ടും തെറ്റും. ഇവിടെ വില്ല് വന്നിട്ടുണ്ട്, നമ്മൾ ഉറപ്പായിട്ട് വില്ല് വന്നു, ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇത് ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറ്റാൻ പോവാന്ന് പറയും. അപ്പം ഇത് ഞാൻ മറ്റൊരാളോട് പറയുകയാണ്, അല്ലെങ്കിൽ നീ മറ്റൊരാളോട് പറയുകയാണ്. ഇഫ് യു ഡോണ്ട്, ഇത് കണ്ടോ, ഡോണ്ട് ഡസ് നോട്ട് അല്ല വന്നത്, ഡു നോട്ട് ആണ് വന്നത്. ഇഫ് യു ഡു നോട്ട് ഏൺ മണി, ഇത് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. ഏൺഡ് അല്ല വന്നത്. ഇഫ് യു ഡു നോട്ട് ഏൺ മണി ഫസ്റ്റ് സെൻറ്റൻസിലെ മൊത്തം നോക്കി, ഇത് കംപ്ലീറ്റ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇത് നീ ചെയ്തില്ലെങ്കിൽ, നീ മണി ഏൺ ചെയ്തില്ലെങ്കിൽ, അപ്പോഴാണ് പറഞ്ഞത് യു വിൽ നോട്ട് പേ ദ ഹൗസ്. നിനക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൗസ് പേ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് തെറ്റിപ്പോരുത്. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസിനെ നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഇഫ് യു ഡു നോട്ട് ഒരിക്കലും എവിടെയാണ് വരാറില്ല? ഫ്യൂച്ചറിൽ ഇങ്ങനെ വരാറില്ല. അപ്പം ഇത് വരുന്നത് പ്ലൂറൽ സബ്ജക്റ്റിനകത്ത് വരുന്നതാണ് ഡു നോട്ട്. അപ്പം ഇഫ് യു ഡു നോട്ട് ഏൺ മണി യു വിൽ നോട്ട് പേ ദ ഹൗസ്. ഇപ്പോൾ ഇവിടെ 2 പേരുണ്ട്, 2 പേര് പ്ലൂറൽ, സബ്ജക്റ്റ് 2 ഉണ്ട്, പ്ലൂറലാണ്. അപ്പം നീ ഏൺ ചെയ്തില്ല എങ്കിൽ നിനക്ക് വീട് മേടിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? ഞാനിപ്പോൾ ഈ റൂൾസ് പറഞ്ഞുതരാം, ഇതിൻ്റെ റൂൾസ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവുന്നു. റൂൾസ് എന്ന് വെച്ചാൽ സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് എന്ത് പറയണം? ഫസ്റ്റ് ഫോം ഓഫ് വെർബ്. ഫോമിൻ്റെ ഫസ്റ്റ് ഫോമും പിന്നെ ESO വരാം, പിന്നെ പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിനൊരു സിംഗുലറിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഷീ സിംഗുലർ സബ്ജക്റ്റ് വന്നു. ഇനി അതിൻ്റെ കൂടെ എന്ത് വേണം? ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് വേണം. ഷീ കുക്സ്. നമ്മൾ എന്ത് ചെയ്യും? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് കുക്കിൻ്റെ കൂടെ എന്ത് ചേർക്കും? ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് കുക്ക് പ്ലസ് SORES. കുക്ക് എന്താവും? കുക്സ് ആവും. പിന്നെ
എന്താണ് ഒരു ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്രെഡിക്കേറ്റ് ചേർക്കണം. സെൻറ്റൻസ് ഷീ കുക്സ് എന്ന് നിങ്ങൾക്ക് സബ്ജക്റ്റ് കിട്ടി. അപ്പോൾ ഒരു പ്രെഡിക്കേറ്റ് എഴുതി ചേർക്കുമ്പോൾ എന്താ വരുന്നത്? ഷീ കുക്സ് ഫുഡ് ഇൻ ദ ഈവനിങ്. മനസ്സിലായോ? അപ്പം ഷീ എന്നുള്ളത് സബ്ജക്റ്റ്, ഇത് ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, ഇത് എസ് അല്ലെങ്കിൽ ഇ എസ്, ഈ വാക്ക് കിടക്കുന്നതാണ് ഓബ്ജക്റ്റ് ഇല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ വാക്ക്. ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ? സബ്ജക്റ്റിൻ്റെ വാക്ക് സെൻറ്റൻസിന് 2 പാർട്ടുണ്ട്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്റ്റും പ്രെഡിക്കേറ്റും 2 പാർട്ടാണ്. അപ്പം സബ്ജക്റ്റിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ബാക്കി ബാലൻസുകളാണ് എന്ത്? ഓബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റ്. ഷീ കുക്സ് ഫുഡ് ഇൻ ദ ഈവനിങ് മീൻസ്. അപ്പം ഞാൻ ഇത് ഓരോന്നും നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇത് ഫസ്റ്റ്. ഇനി സിംഗുലാർ ഫോമിൽ വരുമ്പോഴാണ് ഇത് പറഞ്ഞത്. ഇനി പ്ലൂറൽ ഫോമിൽ, പ്ലൂറൽ ആവുമ്പം സബ്ജക്റ്റ്, പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ എന്ത് വരും? പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പം ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, പിന്നെന്ത് വേണം? ഇവിടെ സിംഗുലറിലാണ് എന്ത് വേണ്ടത്? എസ്ഒ ഇ എസ്ഒ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പ്ലൂറലിൽ എസ്സും ഇ എസും നമുക്ക് വേണ്ട. പിന്നെന്താ? വെർബ് പ്ലസ് ഓബ്ജക്റ്റ് ആണ് ബാക്കി. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പം ഞാൻ അതിൻ്റെ പ്ലൂറൽ പറഞ്ഞുതരാം. ഇപ്പം നമുക്ക് സിംഗുലർ എന്ന് വെച്ചാൽ 1, പ്ലൂറൽ എന്ന് വെച്ചാൽ മോർ ദാൻ 1. അപ്പം വി ചേർത്തൊരു വി എഴുതാം. വി പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട്. അപ്പം വി എന്താ? പ്ലൂറൽ സബ്ജക്റ്റ്. പ്ലേ എന്താ? ഫസ്റ്റ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം. എസ് ഇ എസ് നമ്മൾ ചേർത്തില്ല ഇതിനകത്ത്. പിന്നെ ബാക്കി എന്താ? നമ്മൾ എസ് ഇ എസും ചേർക്കാതെ ബാക്കി ക്രിക്കറ്റിൻ്റെ പ്ലേ ക്രിക്കറ്റ് ഇൻ ദ ഗ്രൗണ്ട് പ്രെഡിക്കേറ്റിനെ എഴുതി ഈ സെൻറ്റൻസിനെ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ ഇതൊരു സെൻറ്റൻസായി. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ കറക്റ്റ് റൂള്. ഇനി വേറൊരു റൂളുണ്ട് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനകത്ത്, ഇൻട്രോഗേഷനകത്ത്. ഇൻട്രോഗേഷൻ എന്ന് വെച്ചാൽ എന്താ? ക്വസ്റ്റ്യൻ സെൻറ്റൻസ്. മനസ്സിലായോ? ഇൻട്രോഗേറ്റീവിനകത്ത് സിമ്പിൾ പ്രസൻ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ എന്ത് വരും? ഡു അല്ലെങ്കിൽ ഡസ് വരും. പിന്നെന്ത് വരും? സബ്ജക്റ്റ് പ്ലസ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം പ്ലസ് ബാക്കി ഓബ്ജക്റ്റ്. മനസ്സിലായല്ലോ? ഡു ഡസ്, ഡു ഓർ ഡസ് ആട്ടോ. ഡുവോ ഡസ്സോ വരാം, സബ്ജക്റ്റ് വരാം, അത് കഴിഞ്ഞിട്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോം, പിന്നെ ഓബ്ജക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ആണെങ്കിൽ ആദ്യമേ ക്വസ്റ്റ്യൻ വേർഡ് വരുവാണ്. ക്വസ്റ്റ്യൻ വേർഡ് ആദ്യമേ വരികയാണെങ്കിൽ, ഇതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയാം. ക്വസ്റ്റ്യൻ വേർഡ് ആദ്യമേ വരുവാണെങ്കിൽ എന്താ? ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഡു ഓർ ഡസ് വരും. പിന്നെന്ത് വരും? അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് വരും. പിന്നെന്താ? ഫസ്റ്റ് വെർബിൻ്റെ ഫസ്റ്റ് ഫോമും പ്ലസ് ബാക്കി ഓബ്ജക്റ്റും. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട് കേട്ടോ. ഇത് ഇൻട്രോഗേഷൻ അല്ലേ നമ്മൾ ചെയ്യുന്നത്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനകത്ത്. അപ്പം ഞാൻ ഇതിൻ്റെ 2ൻ്റെ എക്സാമ്പിൾ പറയാം. ഡു യു പ്ലേ ക്രിക്കറ്റ്? ഒന്നാമത്തെ ഞാൻ പറയാം. ഡു യു പ്ലേ ക്രിക്കറ്റ്? ക്വസ്റ്റ്യൻ മാർക്ക്. ഡു ഇതാ വന്നു. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എന്താ? യു. വെർബിൻ്റെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലേ, ഓബ്ജക്റ്റ്, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. മനസ്സിലായോ? പിന്നെ ക്വസ്റ്റ്യൻ വേർഡ്സ് ആദ്യമേ തുടങ്ങുന്നതിൻ്റെ ഞാൻ ഒരെണ്ണം പറഞ്ഞു തരാം. കാണുന്നുണ്ടോ? ഓക്കെ. ഇനി ഡു യു പ്ലേ, ഡു ഡസിൻ്റെ, ഇനി ഞാൻ ഡസിൻ്റെ ഒന്ന്, ഡസ് ഷീ വാച്ച്, ഡസ് ഷീ വാഷ് ക്ലോത്ത്സ്? നോക്കിയേ, ഡസ് ഷീ വാഷ്
ക്ലോത്ത്സ്. ഡസ് വന്നു, വാഷ് സബ്ജക്റ്റ് വന്നു, വെർബിൻ്റെ ഫസ്റ്റ് ഫോം വന്നു, പിന്നെ ഓബ്ജക്റ്റ് വന്നു. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനിയും ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് ടൈം വരുവാണെങ്കിൽ ഞാൻ പറയാം. ഹൂ, ടീച്ചേഴ്സ്, യു, ഇംഗ്ലീഷ്. ഇവിടെ ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാൻ എന്താ, ടീച്ചേഴ്സ് എസ് വന്നു, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് എക്സ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വന്നു, ദിസ് ഈസ് എ ക്വസ്റ്റ്യൻ വേർഡ് വന്നു. ഇതെന്താ, ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം പിന്നെന്ത് വേണം, സബ്ജക്റ്റ് ഇതാ വന്നു, ഓബ്ജക്റ്റ് വന്നു, വെർബ് വന്നു. ഇതെല്ലാം ഇതിനകത്ത് ഓർഡറിൽ വന്നു. ഹൂ ടീച്ചേഴ്സ് യു ഇംഗ്ലീഷ്, നിന്നെ ഇംഗ്ലീഷ് ആരാണ് പഠിപ്പിക്കുന്നത്? അത് പ്രസൻറ്റിലെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്തെ അല്ലെങ്കിൽ സിമ്പിൾ ഇൻഡെഫിനിറ്റ് ടെൻസിനകത്തെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ റൂളാണ്. അങ്ങനെ ഒത്തിരി പറയാം. വൈ ഡു യു നോട്ട് കംപ്ലീറ്റ് യുവർ ഹോംവർക്ക്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഹൂം ഡു യു ടീച്ച്, അല്ലെങ്കിൽ വൈ ഡു യു വീപ്പ് നൗ, എന്ത് വേണമെങ്കിലും പറയാം. അപ്പം നമുക്ക് ആ സെൻറ്റൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ദിസ് ഈസ് എ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ ഇനി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിനകത്ത് ഇൻഡെഫിനിറ്റ് ടെൻസ് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. കാണുന്നുണ്ടോ? ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതൊക്കെ വേസിൽ യൂസ് ചെയ്യുമെന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ടെൻസ് ഏതൊക്കെ വഴികളിലൂടെ യൂസ് ചെയ്യും, ഈ സെൻറ്റൻസ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറയാം, ആ റൂൾസ് ആദ്യമേ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ടുള്ളതിനകത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് സിംഗുലർ സബ്ജക്റ്റിനകത്ത് എന്താണ്, സിംഗുലറിനകത്ത് അത് കഴിഞ്ഞിട്ട് എന്ത് വരും, ഈസ് അല്ലെങ്കിൽ ആം വരും, പിന്നെ വെർബിൻ്റെ ഫസ്റ്റ് ഫോം വരും, പിന്നെന്താ വരുന്നത്, അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കൂടെ ING ഫോം വരും, പിന്നെ ഓബ്ജക്റ്റ്. അപ്പം എന്ത് വരും, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഈസോ ആമോ കൂട്ടത്തിൽ കാണും. വെർബിൻ്റെ കൂടെ ING ഫോം കാണുകയാണെങ്കിൽ അതെന്ത് ടെൻസാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പം ഞാൻ പറയാം, ഐ ആം, ഇത് കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുന്നതാണ്, പ്ലേയിങ് എ ഗെയിം. നോക്കിയേ, സിംഗുലാർ ഐ ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് വന്നു, ആം വന്നു. ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എന്താണ്, പ്ലേ ആണ്. പ്ലേയുടെ കൂടെ എന്ത് വന്നു, ING ഫോം ആക്കി, പ്ലേയിങ് ആക്കി, ഓബ്ജക്റ്റ് ഗെയിം. പക്ഷേ ഈ ചെറിയ ഫോം അയ്യോ ഇത്രയുള്ളായിരുന്നോ എന്ന് വിചാരിക്കരുത്. നിങ്ങൾക്ക് ഇങ്ങനെയല്ല വരുന്നത്. ഞാനിതിൻ്റെ റൂള് പറഞ്ഞു തന്നെയാണ്. ഇതിനകത്ത് ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസൊക്കെ വായിച്ചിട്ട് മിസ്റ്റേക്ക് വരാതിരിക്കാനാണ് തുടക്കം മുതൽ പറഞ്ഞു തന്നത്. പിന്നെ ഇനി ഇത് ഫസ്റ്റാണ്. ഇതിൻ്റെ സെക്കൻഡിൽ പ്ലൂറൽ സബ്ജക്റ്റ് വരും. പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ ഇവിടെ ഈസോ ആമോ വന്നെങ്കിൽ ഇത് ആറ് വരും, പിന്നെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം വരും, അതിൻ്റെ കൂടെ തന്നെ ING ഫോമും വരും, പിന്നെ എന്താണ്, ഓബ്ജക്റ്റ് വരും. മനസ്സിലായോ? പ്ലൂറൽ സബ്ജക്റ്റിനകത്ത് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ ആറ് വരും. പിന്നെ എന്ത് ചെയ്യും, വെർബിൻ്റെ കൂടെ കോമൺ ആയിട്ട് തന്നെ ING ഫോം ഓഫ് ദ വെർബ് വരും. അപ്പം ഞാൻ പറഞ്ഞുതരാം. വി ആർ ഗോയിങ് ടു കേരള, വി ആർ ഗോയിങ് ടു കേരള എന്ന് വെച്ചാൽ വി പ്ലൂറൽ സബ്ജക്റ്റ് വന്നു, പിന്നെ അതിൻ്റെ കൂടെ എന്ത് വന്നു, ആറ് ചേർന്നു. ഇവിടുത്തെ വെർബ് ഗോയാണ്, ഗോയിൻ്റെ കൂടെ ING ചേർത്ത് ING ഗോയിങ് വന്നു, ടു കേരള ഓബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് ഏതൊക്കെ രീതിയിൽ
പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് വരാം. എപ്പോഴൊക്കെയാണ് ഇതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ എന്തുവാ? ടു ഡിസ്ക്രൈബ് ആൻ ആക്ഷൻ ഇൻ പ്രോഗ്രസ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ദ ആക്ഷൻ. ഒന്നുകിൽ ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിലോ, ആ ആക്ഷന് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ഷന് കണ്ടിന്യൂഷൻ ഉണ്ട് എങ്കിൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലായിരിക്കും. അപ്പോൾ എന്താ അവിടെ ആദ്യത്തെ? ആക്ഷൻ ഇൻ പ്രോഗ്രസ് ആയിരിക്കാം, ആക്ഷൻ ഇൻ പ്രോഗ്രസ്, അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ഉണ്ടായിരിക്കണം. അപ്പം അതെന്തിനകത്താണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് വരും. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഷീ ഈസ് പ്ലേയിങ് ടെന്നീസ്. പ്രസൻറ്റിൽ അവൾ എന്ത് ചെയ്യുകയാണ്? ടെന്നീസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിരൂടെ കഴിക്കുമ്പോഴും അതിനൊരു ഫിനിഷിങ് വന്നിട്ടില്ല, അത് പ്രോഗ്രസ്സിലാണ്, അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അവൾ കളിക്കും എന്നുള്ള ഒരു ഇത് വരുമ്പോഴാണ് ആക്ഷൻ ഇൻ പ്രോഗ്രസ് ആണ്, അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്ന് പറയാം. അപ്പോൾ അതിനകത്ത് ഷീ ഈസ് പ്ലേയിങ് ടെന്നീസ്, വി ആർ വാട്ടറിങ് ദ പ്ലാന്റ്സ്. മനസ്സിലായോ? വാട്ടറിങ്. അപ്പോൾ അവിടെ എന്തൊക്കെ വന്നു? ING ഫോം വന്നു, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് വന്നു, വി പ്ലൂറലാണ്, അപ്പോൾ അതിൻ്റെ ആറ് വന്നു, വാട്ടറിൻ്റെ കൂടെ ING ഫോം ചേർത്ത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമും ING ഫോമും വാട്ടറിങ് വന്നു. വി ആർ വാട്ടറിങ് ദ പ്ലാന്റ്സ്. ദ പാസഞ്ചേഴ്സ് ആർ വാണ്ടറിങ് ടു ആൻഡ് ഫ്രോ. അപ്പോൾ അതൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഈസ് ആറ് അല്ലെങ്കിൽ അപ്പം ഇതിനകത്ത് നമുക്ക് കുറച്ച് മനസ്സിലാക്കാനുള്ളത് സിംഗുലർ ഫോമിൻ്റെ കൂടെ ആറ് ചേർക്കരുത്, ആമും ഈസും ഒക്കെ ഉള്ളാവുള്ളൂ. അപ്പം പിന്നെന്തുകൊണ്ട്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് ING ഫോമും മസ്റ്റായിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതിനകത്ത് രണ്ടാമത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഒരു സെൻറ്റൻസ്, ആൻ ആക്ഷൻ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇൻ ദ ടൈം ഓഫ് സ്പീക്കിംഗ് ബട്ട് ഇറ്റ്സ് പ്രോഗ്രസ്. അപ്പോൾ പറയുന്ന സമയത്ത് ആക്ഷൻ നടന്നില്ല, അത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം ആക്ഷൻ, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ഹീ ഈസ് വർക്കിംഗ് ഇൻ ആൻ മിലിറ്ററി ഹോസ്പിറ്റൽ. അവൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ടീച്ചിങ് ഇൻ എ സ്കൂൾ. അപ്പം എന്താണ് ആ വർക്ക്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പ്രോഗ്രസ്സിലുമാണ്, കണ്ടിന്യൂസുമാണ്. അപ്പം എന്ത് ചെയ്യും? അതിനെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള സെൻറ്റൻസിലേക്ക് നമ്മൾ ഇതുണ്ട്. ഐ ആം ടീച്ചിങ് ഇൻ എ സ്കൂൾ. അപ്പോൾ ഇത് നോക്കിയേ, ഐ വന്നപ്പം ആം വന്നു, ടീച്ചിൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വേർബ് വന്നു, പിന്നെ ഓബ്ജക്റ്റ് വന്നു. ഐ ആം ടീച്ചിങ് ഇൻ എ സ്കൂൾ. അപ്പോൾ അതെന്ത് നമുക്ക് മനസ്സിലായി? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ളതാണെന്ന് വെച്ചു. ഇല്ലെങ്കിൽ ദേ ആർ സ്റ്റഡിയിങ് ഇൻ സെൻറ്റ് ജോൺസ് കോളേജ്, അല്ലെങ്കിൽ സെൻറ്റ് സേവിയർ കോളേജ്, സെൻറ്റ് തെരേസാസ് കോളേജ്. ദേ ആർ സ്റ്റഡിയിങ്, ദേ വന്നു പ്ലൂറൽ, ദേൻ്റെ കൂടെ ആറ് വന്നു, സ്റ്റഡിയിങ് ING ഫോം ഓഫ് ദ വെർബിൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വെർബ് വന്നു. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ദ ആക്ഷൻ ദാറ്റ് ഹാസ് ബീൻ pre-arranged to take place the near future. അപ്പോൾ തൊട്ടടുത്ത സമയത്തിന് വേണ്ടി എന്ന് വെച്ചാൽ, തൊട്ടടുത്ത സമയം എന്ന് പറഞ്ഞാൽ ടെൻസിൽ ഫ്യൂച്ചർ ടെൻസായി. തൊട്ടടുത്ത സമയത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആക്ഷൻ അറേഞ്ച് ചെയ്ത് വെക്കും. അപ്പോൾ അങ്ങനെ വരുന്ന ടൈമുകളിൽ സെൻറ്റൻസ് എന്താണ്? സെൻറ്റൻസ് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ യൂസ് ചെയ്യണം. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം. ദ വെഡിങ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഓൺ സൺഡേ. അപ്പം എന്താ? പ്രീ അറേഞ്ച് ആണ്. വെഡ്ഡിങ് നമ്മൾ മുന്നേ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നല്ലോ, അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. കല്യാണത്തിൻ്റെ അന്നല്ലല്ലോ കല്യാണമാണെന്ന് പറയുന്നത്. നമുക്ക് ഇൻവിറ്റേഷൻ കാർഡ് കിട്ടത്തില്ലേ? അപ്പം 10th കല്യാണം, മാരേജ് 10th. അപ്പോൾ എന്ത് ചെയ്യും? ഞാനിവിടെ 5th പറയുകയാണ്. എന്ത്?
ദ വെഡിങ് ഈസ് ഗോയിങ്. അപ്പം വെഡിങ് വന്നു, വെർബിൻ്റെ കൂടെ ING ഫോം വന്നു. ഈസ് ഗോയിങ് രണ്ടാമത്തെ വെർബിൻ്റെ കൂടെ ING വന്നു. ടു ടേക്ക് പ്ലേസ് ഓൺ സൺഡേ. അപ്പം സൺഡേയിലാണ് വെഡിങ് എന്ന് പറയുകയാണ്. പ്രീ അറേഞ്ച്ഡ് ആണ്. അപ്പം പ്രീ അറേഞ്ച്ഡ് കാര്യങ്ങളെ പറയുമ്പോൾ എന്ത് ചെയ്യും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് അത് വരും. അപ്പോൾ എന്താണ് മൂന്നാമത്തെ? പ്രീ അറേഞ്ച്ഡ്. പിന്നെ ഒരു എക്സാമ്പിളോടെ പറയുവാണെങ്കിൽ ഐ ആം ഗോയിങ് ടു അറ്റൻഡ് ദ ക്ലാസ് ടുമാറോ. ഞാൻ നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. ഞാൻ ഇന്നേ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്, ഞാൻ നാളത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമെന്ന്. അതുകൊണ്ട് അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിനകത്ത് വരും. ഇനി നാലാമത്തതെന്ന് പറഞ്ഞാൽ ഇനി നമ്മളൊരു കാര്യം പറയാം, പെർസിസ്റ്റൻ്റ് ആൻഡ് അൺഡിസൈറബിൾ ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താ? ഒപ്പോസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരാൾ ഒപ്പോസ് ചെയ്ത് പറയുകയാണെങ്കിൽ അൺഡിസൈറബിൾ ഹാബിറ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഹാബിറ്റുകൾ, എസ്പെഷ്യലി വിത്ത് ആഡ്വർബ് ലൈക്ക് ആൾവേസ്, കണ്ടിന്യൂലി, കോൺസ്റ്റൻ്റ്ലി എന്ന് വെച്ചാൽ എപ്പോഴും നമ്മളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, കോൺസ്റ്റൻ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. യു ആർ ആൾവേസ് റണ്ണിങ് മീ ഡൗൺ. യു ആർ ആൾവേസ് റണ്ണിങ് മീ ഡൗൺ എന്ന് വെച്ചാൽ ഇത് നീ എന്നെ എപ്പോഴും താഴ്ത്തിക്കെട്ടാനാണ് ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ ഹീസ് കോൺസ്റ്റൻ്റ്ലി ഗേസിങ് അറ്റ് മീ, എപ്പോഴും എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. ഗേസിങ് വെച്ചാൽ തുറിച്ചു നോക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഓക്വേർഡ് ആയിട്ടുള്ള ഫീലിംഗ് ആണ്. അപ്പോൾ അപ്പോഴും എന്ത് വന്നു? യു ആർ ആൾവേസ് റണ്ണിങ് ING ഫോം വന്നു. പ്രസൻറ്റ് ആൾവേസ് ആറ് വന്നു. പിന്നെ ഒരു കാര്യം യു ആർ വന്നു. അപ്പോൾ യുവിൻ്റെ കൂടെ എപ്പോഴും ആറാണ് യൂസ് ചെയ്യുന്നത്. യു ഈസ്, യു ആസ് യൂസ് ചെയ്തില്ല. യു ആർ ആൾവേസ് റണ്ണിങ് മീ ഡൗൺ. അപ്പം ഹീ ഈസ് കോൺസ്റ്റൻ്റ്ലി ഗെയ്സ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നോക്കുക. ഗെയ്സ് ING ഫോം ഗെയ്സിങ് അങ്ങനെ വന്നു. അപ്പം നമുക്കത് മനസ്സിലാക്കാം, നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണത്. അപ്പം ഇഷ്ടമല്ലാത്ത ആക്ഷനുകൾ എന്താവാം? ആൾവേസ് എപ്പോഴും, കണ്ടിന്യൂസ്ലി, കോൺസ്റ്റൻ്റ്ലി എന്നൊക്കെയുള്ള സാഹചര്യങ്ങളിൽ വരുന്ന വാക്കുകൾ. ഇനി ഞാൻ ഇതിൻ്റെ റൂൾസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ റൂൾസ് ഞാൻ പറഞ്ഞു തന്നു. ഇതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇനി ഇത് നെഗറ്റീവ് സെൻറ്റൻസിനകത്ത് വരുമ്പോൾ എന്ത് ചെയ്യും? ഈസും ആമിൻ്റെയും കൂടെ നോട്ട് വരും. അപ്പോൾ പ്ലൂറലാണെങ്കിൽ ആറിൻ്റെ കൂടെ നോട്ട് വരും. അപ്പം നെഗറ്റീവ് സെൻറ്റൻസിനകത്ത് എന്താ? നെഗറ്റീവ് സെൻറ്റൻസിനകത്ത് എന്താണ്? ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, സിംഗുലറിൻ്റെ. രാം ഈസ് നോട്ട് സഫറിങ് ഐ ആം നോട്ട് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. ഞാൻ വാട്ടറിൽ സ്വിമ്മ് ചെയ്യത്തില്ല. ഐ ആം നോട്ട് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ. അപ്പം ഐയുടെ കൂടെ ആം വന്നു. അപ്പം നെഗറ്റീവ് ആക്കാൻ വേണ്ടി നോട്ട് വന്നു. സ്വിമ്മിൻ്റെ കൂടെ, വെർബിൻ്റെ കൂടെ ING ഫോം വന്നു. അതുകൊണ്ട് നമുക്ക് പക്ക അറിയാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇൻ ദ വാട്ടർ ഓബ്ജക്റ്റും വന്നു. ഇനി നമ്മളൊരു അത് പ്ലൂറൽ ഫോമിൽ പറയുകയാണെങ്കിൽ ദേ ആർ നോട്ട് വാച്ചിങ് എ മൂവി. ദേ എന്താ? പ്ലൂറലാണ്. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ആറ് ചേർത്തു. അപ്പോൾ ഈ വാസും വേറും ഒന്നും വരത്തില്ല, അത് പാസ്റ്റിലാണ്. അപ്പം അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രസൻറ്റ് ടെൻസിലെ ഏതോ ഒരു ക്ലോസ് ആണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ വായിക്കുമ്പോൾ ING ഫോം ഓഫ് ദ വെർബ് വരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെന്നത്. അപ്പോൾ ഐ ആം നോട്ട് സ്വിമ്മിങ് ഇൻ ദ വാട്ടർ ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിനകത്ത് വരുമ്പം ഈസ്, ആറ്, ആമും വന്നിട്ട് ചെയ്യാം. ഇൻട്രോഗേഷൻ വരുമ്പം അഞ്ചാമത്തത് ഇൻട്രോഗേറ്റീവ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ, അതറിയാമല്ലോ. ഇൻട്രോഗേഷൻ വരുമ്പോൾ എന്തോ ആദ്യമേ ഈസോ, ആമോ, ആറോ വരാം. ഈസോ, ആമോ, ആറോ വന്നിട്ട് അപ്പോൾ ഞാൻ പറയാം ഈസ് റീന കുക്കിംഗ് ദ ഫുഡ്. റീന ഫുഡ് കുക്ക് ചെയ്യുകയാണോ എന്നാണ് ചെയ്യുന്നത്. റീന കുക്കിംഗ് ദ ഫുഡ്. ഈസ് ആണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ വാക്ക്. റീന ഫുഡ് കുക്ക് ചെയ്യുകയാണോ? മനസ്സിലായോ? അപ്പം ഈസ് വന്നു പ്രസൻറ്റിന് സിംഗുലറിനകത്ത്. അപ്പോൾ പ്ലൂറലിനകത്ത് ഞാൻ പറയാം ആർ യു നോട്ട് റൈറ്റിംഗ് എ ലെറ്റർ. മനസ്സിലായോ? ആർ വന്നു, യു വന്നു, റൈറ്റിനകത്ത് ING ഫോം ഓഫ് ദ വെർബ് വന്നു. അപ്പം അത് മനസ്സിലായല്ലോ. പിന്നെ ഇനിയും പറയുന്നത്
പ്രസൻറ്റിനകത്ത് നമ്മൾ വിചാരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, നമ്മൾ പാസ്റ്റ് ആണെന്ന് വിചാരിക്കും, സിമ്പിൾ പാസ്റ്റ് ആണെന്ന്. വൈ വാസ് ദ ക്യാമൽ നോട്ട് ഡ്രിങ്കിങ് വാട്ടർ? അപ്പം ഇത് നിങ്ങൾക്ക് തെറ്റ് വരാം. നോക്കി, വൈ വാസ് ദ ക്യാമൽ നോട്ട് ഡ്രിങ്കിങ് വാട്ടർ. കാണുന്നുണ്ടോ? അപ്പം ഇത് നോക്കിയേ, വൈ ക്വസ്റ്റ്യൻ മാർക്ക് വന്നു, പാസ്റ്റിൻ്റെ വാക്കാണ് വാസ്, നോട്ട് എന്താ നെഗറ്റീവ് സെൻറ്റൻസ് വന്നു, ഡ്രിങ്കിങ് വാട്ടർ ക്വസ്റ്റ്യൻ മാർക്കും വന്നു, ഇൻട്രോഗേഷനും വന്നു. നിങ്ങൾ എന്ത് ചെയ്യും? ഇതെന്ത് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കും. അപ്പോഴാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ എന്താണ് വെർബ്, എന്താണ് ഡ്രിങ്ക് ആണ്, ഡ്രിങ്കിൻ്റെ കൂടെ ING ഫോം ഉണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഇത് വൈ വാസ് ദ ക്യാമൽ നോട്ട് ഡ്രിങ്കിങ് വാട്ടർ. എന്താണ് ക്യാമൽ വെള്ളം കുടിക്കാത്ത എന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോഴാണ് ഇത് ചോദിക്കുന്നത്. പ്രസൻറ്റിൽ ഒരാൾ ചോദിക്കുകയാണ്, വൈ വാസ് ദ ക്യാമൽ നോട്ട് ഡ്രിങ്കിങ് ദ വാട്ടർ, വെള്ളം എന്താ കുടിക്കാഞ്ഞത് എന്ന് ചോദിച്ചാൽ, എന്താ കുടിക്കാത്തതെന്ന് ചോദിച്ചാലും എന്താ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്തു? വെർബിൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാം. ഇത് എന്ത് സെൻറ്റൻസ് ആണ്? ഇത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പിന്നെ ഇല്ലെങ്കിൽ വാട്ട് ഈസ് റവീണ ഡൂയിങ് ഹിയർ, വിച്ച് ന്യൂസ് പേപ്പർ ആർ യു ബേയിങ്, ഇതെല്ലാം പ്രസൻറ്റ്. ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഈ പാറ്റേണിലുള്ള സെൻറ്റൻസുകൾ കുട്ടികൾക്ക് ഡൗട്ട് വരാറുണ്ട്. അപ്പം ഇതൊക്കെ വൈ വാസ് ഓൾറെഡി നമുക്കറിയാം, ഇത് പാസ്റ്റ് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത്. നോട്ട് എന്ന വാക്ക് നെഗറ്റീവ് മീനിങ് കൊണ്ടുവരും. ഡ്രിങ്ക് വെർബിൻ്റെ കൂടെ ING ഫോം ഉണ്ടെങ്കിൽ എപ്പോഴും അതെന്തായിരിക്കും? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. അപ്പം ഇത് കഴിഞ്ഞു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിനകത്ത് ഇപ്പോൾ തന്നെ 41 മിനിറ്റോളമായി. വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരുപാട് കൂടും. അപ്പം ഞാൻ പാർട്ട് 2 ആയിട്ട് അതിടാം. അപ്പം നിങ്ങളിത് കാണണം. കണ്ടിട്ട് നന്നായിട്ട് മനസ്സിലാകുകയാണെങ്കിൽ മാമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം തൊട്ട് പുറകെ തന്നെ മാം ഇട്ട് തരാം. അപ്പം ഹാവ് എ നൈസ് ഡേ മക്കളെ.